അസ്സലാമലൈക്കും. അപ്പം ഇന്നിപ്പം വ്ളോഗ് സ്റ്റാർട്ടിങ് എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല, ഭയങ്കര ലേറ്റായിപ്പോയി. ഇപ്പം തന്നെ 11 മണിയായിരുന്നു. സോ ഇനി ഊബർ ബുക്ക് ചെയ്തു. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പോയി ഫുഡൊക്കെ കഴിച്ച്, അനീസ് കിച്ചണിൽ പോയി ഫുഡ് കഴിച്ച് മീൽസൊക്കെ കഴിച്ച് പോകുന്നതാണ്. ഇപ്പോൾ ഊബർ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പ്ലാൻ ഇനിയിപ്പം ജമാ മസ്ജിദ് പോകണം, അവിടുന്ന് ചാന്ദിനി ചൗക്ക്, പിന്നെ അവിടുന്ന് ഇന്ത്യ ഗേറ്റ്, പിന്നെ അത് കഴിഞ്ഞ് സരോജിനി ഇന്നലെ പോയിട്ട് പെട്ടെന്ന് പോയേണ്ടി വന്നത്. താത്തൻ്റെ എനിക്ക് പിന്നെ നടക്കാനൊന്നും വയ്യ, ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നലെ അധികമൊന്നും എടുത്തില്ല. സോ ഇനി കഴിയുകയാണെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ സരോജിനി പോകണം. എല്ലാം കേൾക്കുന്നുണ്ടോ അറിയില്ല, ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ട്. അപ്പം ആനീസ് കിച്ചണിൽ നമ്മളെ നാട്ടിലത്തെ ഫുഡ് കിട്ടും. 150 ഉള്ളൂ ആകെ. ചോറും സാമ്പാറില്ലേ, ഓട്ടോ കമ്പനിക്കാരായി നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടോ. ഹലോ, വീഡിയോക്ക് എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് ക്യാമറ ഓൺ ആക്കിയിരിക്കുക. അപ്പം നേരെ എന്തെങ്കിലും കിട്ടും, ഇല്ല അടുത്ത് നോക്കാം അങ്ങനെ ഇരിക്കും. ഓ ജമാ മസ്ജിദെത്തി. ഞാൻ അങ്ങോട്ട് നടക്കട്ടെ. ഫോൺ ഇനി അധികം എടുക്കുന്നത് സേഫ് ആയിരിക്കില്ല. ജമാ മസ്ജിദിൻ്റെ ഒരു മാർക്കറ്റ് ഏരിയ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കുറേ ഉണ്ട്. ഞാൻ പിന്നെ ഫോൺ ഇനി എടുക്കണ്ട വിചാരിച്ചു. കാരണം കുറേ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഇങ്ങനെ അടുത്ത് കൂടെ പോകണം കണ്ടിട്ട് ഒരു പേടി. ഇവിടെ 10 രൂപയ്ക്ക് പറഞ്ഞു. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട്, നല്ല നല്ല ഐറ്റംസൊക്കെ ഉണ്ട്. വലിയ റേറ്റൊന്നും വരുന്നില്ല. 150-ന് 2 ചെരുപ്പ് അങ്ങനെയൊക്കെ 250-ന് 2 ചെരുപ്പൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ. പിന്നെ ഞങ്ങൾ സരോജിനി പോകണം വിചാരിച്ചിരുന്നു. ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ ഏകദേശം ഐറ്റംസൊക്കെ കിട്ടുന്ന സ്ഥിതിക്ക് ഞാൻ സരോജിനി പോകണ്ട എന്നാണ് ഉറപ്പില്ല. കാരണം ആ ബാഗും തൂക്കി പോകണ്ടേ. പിന്നെ സരോജിനിയിൽ ഞാൻ മെയിനായിട്ട് പോകുന്നത് 50 രൂപയ്ക്ക് ടോപ്പൊക്കെ കിട്ടും. 50, 100, 150-നൊക്കെ. അപ്പം 150-ന് ആ റേഞ്ചിൽ ടോപ്പ് മേടിക്കാൻ വിചാരിച്ചു. ഇനി പോകണം വിചാരിച്ചു. പക്ഷേ ഇനിയിപ്പോൾ ബാഗും കൊണ്ട് അവിടേക്കും പോകലും കുട്ടീനെയും കൊണ്ടുപോകലും ഒക്കെ ടാസ്ക്കാണ്. സോ ഇനി അതിനായിട്ട് ഇൻഷാല്ലാ പിന്നെ ഒരു ദിവസം ഇവളില്ലാതെ വരാം. നോക്കട്ടെ. എന്തായാലും ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇന്ത്യ ഗേറ്റിക്കും ഇതേപോലെ ലഗേജും കൊണ്ട് പോകേണ്ടി വരും. അത്യാവശ്യം കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചെരുപ്പ്, ഡ്രസ്സ്, പിന്നെ അതാ ഇലക്ട്രോണിക്സ്, അങ്ങനെ ഇതേപോലത്തെ ബലൂണ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ ത്രിഫ്റ്റ് പേജ് ഉണ്ട്, അതിലേക്ക് വാങ്ങണം വിചാരിച്ചായിരുന്നു കുറച്ച് ഡ്രസ്സ് സരോജിനിയിൽ നിന്നും. പക്ഷേ അത് നടക്കൂല. തന്നെ ജമാ മസ്ജിദ് കാണാനോ, പക്ഷെ മാർക്കറ്റ് എത്തിയപ്പോൾ ഇവിടെ തന്നെ സ്റ്റേക്കായി. ഇനിയിപ്പോൾ എന്തായാലും ആ കാണാതെ അവിടെ പോയിട്ട് വീഡിയോ കാണിച്ചു തരാം. ഇതെന്താ ഇവ പഠിപ്പിച്ചെടുത്തോ അല്ലേ? ഇതിൻ്റെ പേരെന്താന്ന് ചോദിച്ചേ? ജമാ മസ്ജിദ്. അപ്പോൾ മലയാളം. ചെരുപ്പും ബാഗും എല്ലാം കൂടെ കൊണ്ട് ഉള്ളിൽ കയറാൻ ചെയ്യാത്തതുകൊണ്ട് ബാഗ് കൊണ്ടുപോകാൻ പറ്റുമോ അറിയില്ല. എന്തായാലും അതും പിടിച്ച് പോകണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഉമ്മനെ ഇവിടെ ഇരുത്തി, നാനനെയും ഇവിടെ ഇരുത്തിയാണ്. താത്തനെയും കൊണ്ട് അവിടെ ഉള്ളിൽ കയറി ഓളെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് വില കൊണ്ടുവരാൻ വിചാരിച്ച് വില കയറ്റിയിട്ട് ഓളെ ഇവിടെ കൊണ്ടുവന്ന് ഇടാം. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളവർക്കാണ് നിൽക്കുന്നത്. അവിടെ ഇനിയിപ്പോൾ ചെരുപ്പ് അവിടെ വെച്ച് ഇനി അഥവാ ചെരുപ്പ് പോയാലോ അതേപോലെയൊക്കെ കൂട്ടിയിടണം. ചെരുപ്പ് അഥവാ മിസ്സായി പോയാലോ എന്നൊരു പേടി. അതുകൊണ്ട് ഹലോ ഇന്ന് കയറി ഉൾഭാഗം കണ്ട് പിന്നെ ചാന്ദിനി ചൗക്ക് പോകണം. അതും കൂടെ കഴിഞ്ഞാൽ സരോജിനി പോക്കൊന്നും നടക്കില്ല. ഇതാണ് എൻട്രി. ഇവിടെ ഞങ്ങൾ കയറിയത്. കാല് പൊള്ളം. ആ വെള്ളം തണുത്തതാണ്, ചൂടായണോ പഠിച്ചവനറിയാം. നിസ്കരിക്കാൻ വരുന്ന നിസ്കരിക്കായിരുന്നു. നോക്കട്ടെ, ഉമ്മ ചോദിച്ചു നിസ്കരിച്ചാലോ, പക്ഷെ അറിയില്ല. അയ്യോ, അതിന് സോക്സും ഒന്നും എടുത്തണമെന്നറിയില്ല. അപ്പം എടുത്തണമെങ്കിൽ ഇവിടുന്ന് നിസ്കരിച്ചിട്ട് നേരെ പോകണം.
ഡ്രസ്സൊക്കെ മാച്ച് ഒപ്പിച്ച് വന്നതാണ്. പക്ഷെ ഫോട്ടോ എടുക്കാൻ നട്ടുച്ചായതുകൊണ്ട് എന്താവെന്നറിയില്ല. സംഗതി ഇതിൻ്റെ അകത്ത് കയറി നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഞാൻ മനസ്സിലാ. അയ്യോ ഏതോ വെള്ളത്തിൽ ചട്ടി. നോ ടൂറിസ്റ്റ്. ഓ നല്ല തണുപ്പില്ലേ. ഉമ്മൻ്റെ അടുത്ത് പോയാകട്ടെ. ഉമ്മൻ്റെ അടുത്ത് പോയി ഉമ്മനെയും കൂട്ടി വരാം. അവൻ വീഡിയോക്കും വേണ്ടി കാലും പൊള്ളിച്ച് നിൽക്കണമൊക്കെ. മതി മതി സെറ്റ് കഴിഞ്ഞ് കാല് പൊള്ളില്ലേ. മതി പോ. അടുത്ത് ഞമ്മൻ്റെ ഫോട്ടോ എടുത്തെടുക്കട്ടെ. ഒരു അണ്ണാച്ചി കുട്ടീനാണ്ടോ ബലൂണും പിടിച്ച്. അത് പൊട്ടിച്ച് അടിപൊളി. ബലൂണ് പൊട്ടി മോളെ. ഇതിപ്പോൾ ഞാനെങ്ങനെ നിന്നേന്നുള്ളത് ഞാൻ കുട്ടീൻ്റെ മോളെ വിളിയേക്കാം. അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാനെങ്ങനെ ഇനി നേരത്തെ വീഡിയോ എടുത്തിനി എന്നുള്ള കോലത്തിൽ ഓൾ അഭിനയിച്ച് കാണിച്ചതാട്ടോ. ഓൾക്കും അതേപോലത്തെ വീഡിയോ കാണാൻ പറഞ്ഞിട്ട്. ഓ മാഷാല്ലാ ബലൂൺ പൊട്ടിപ്പോയി. ആരെ പൊട്ടിച്ച്? അപ്പം ഇനി എന്തായാലും ഞങ്ങൾ ചാന്ദിനി ചൗക്കും ഒഴിവാക്കി. അത് പോയാൽ ഇനിയിപ്പം ടാസ്ക് ആവും. അതുകൊണ്ട് ചാന്ദിനി ചൗക്ക് ഒഴിവാക്കി. അങ്ങനത്തെ ഞാൻ ഇതിൻ്റെ മുന്നേ വന്നൊന്നും മഴേനി. അതിൻ്റെ മുന്നേ വന്നൊന്നും മഴ പെയ്തേ. ഇന്നിപ്പോൾ അത്രയും വെയിലേനി. പക്ഷേ ഇപ്പം മഴയായി. എന്താ അറിയില്ല. ഞാൻ ഇപ്പം 3 പ്രാവശ്യം വന്ന്. ആ 3 പ്രാവശ്യം മഴ ഇവിടെ. മഴ പാറ്റിയിട്ടേ പോവുള്ളൂ. നല്ല മഴയല്ല, പക്ഷേ മഴ പാറ്റുന്നുണ്ട്. ചൂടൊക്കെ കുറഞ്ഞ് ഞങ്ങൾ സോക്സ് എടുക്കാൻ വിട്ടുപോയി. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിസ്കരിക്കായിരുന്നു. ഇവിടെ പൈപ്പൊക്കെ ഉണ്ട്. മറ്റേ വെള്ളം കണ്ടപ്പോൾ നിസ്കരിക്കാനുള്ള മൂടും പോയി. അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ പൈപ്പ് ഇപ്പം പോവാൻ നേരത്തെ കാണുന്നത്. പിന്നെ സോക്സ് ഒന്നും ഇല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോൾ നോക്കിയിട്ടേ അല്ല. വേഗം വീട്ടിൽ കയറാൻ നോക്കട്ടെ. 3 ഗേറ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ ഞങ്ങൾ കയറി വന്നത് ഇതിലാണ്. പിന്നെ ഇറങ്ങുന്ന ഇതിലാണ്. കാരണം മീന ബസാറോ അങ്ങനെ എന്തോ ആണ് ഈ ഏരിയ. അപ്പം ഇവിടെയാണ് ഊബർ വരുന്നത്. സോ ഈ വഴി ഇറങ്ങാൻ വിചാരിച്ചു. താഴെ ഇറങ്ങിയാൽ പറ്റേ ആഗ്രാപ്പേടൊക്കെ മേടിക്കണം എന്നുണ്ട്. അതൊക്കെ ഈ അറ്റത്തുണ്ടോന്ന് ഈ ഏരിയയിലാണ് തോന്നുന്നു. ഇവിടെ ഊബർ വിളിച്ചാൽ മീന ബസാർ ഈ ഏരിയയിലാട്ടോ ഊബർ വരിക. അതുകൊണ്ട് ഓട്ടോസൊക്കെ അവിടെ. പിന്നെ കബാബ് അങ്ങനത്തെ ഫുഡ് സ്ട്രീറ്റ് അതാണ്. കബാബ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ അതിൻ്റെ അകത്തോട്ടാട്ടുള്ളത്. പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു സർബത്ത് അങ്ങനത്തെ ഒക്കെ കിട്ടും ഈ ഏരിയയിലൊക്കെ. അപ്പോൾ ഊബർ വെയിറ്റ് ചെയ്ത് കുറേ നേരം വരുന്നുണ്ട്. പക്ഷേ ഊബർ എടുക്കുന്നില്ല. അവർ ആരും എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇരുന്നോളി. ഞങ്ങൾ വിചാരിച്ച് ഇനിയിപ്പോൾ മെട്രോയിൽ പോവാൻ വിചാരിച്ച് ഇറങ്ങി. അപ്പോൾ മെട്രോയിൽ പോവുകയാണെങ്കിൽ ഇന്ത്യ ഗേറ്റിക്ക് സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ വിളിക്കണം. അപ്പോൾ റിക്ഷ വിളിച്ച് അങ്ങനെ പോയി ആ ബാഗ് ലഗേജ് അത്യാവശ്യമുണ്ട്. അതും പിടിച്ച് പോകല് ടാസ്ക്കാണ്. പിന്നെ നമ്മൾ തുടങ്ങി വിശക്കുന്നുണ്ട് വെയ്യ ആവുന്നില്ല എന്ന് പറഞ്ഞ് തുടങ്ങി. പിള്ളേരെ കൊണ്ടുവരുമ്പം അധികമൊന്നും സ്ഥലം കവർ ചെയ്യില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇനി നേരെ റൂമിൽ പോവാം. മെട്രോന്ന് എന്തെങ്കിലും മേടിച്ച് കഴിച്ച് റൂമിൽ പോയി പിന്നെ വൈകുന്നേരം കഴിയുകയാണെങ്കിൽ അക്ഷരത്തും പോകാൻ വിചാരിച്ചു. കാരണം നാളെ മോർണിംഗ് പോകാനുള്ള. അപ്പം ബട്ടിലേലും ചിലപ്പം സ്വീറ്റ്സ് എന്തെങ്കിലും മേടിക്കാൻ കഴിയുകയാണെങ്കിൽ അതും പോകണമെന്നുണ്ട്. അത് കൺഫേം അല്ല. കാരണം നാളെ ഇനിയിപ്പോൾ എന്തായാലും മോർണിംഗ് 5:30 പോകണം. അപ്പോൾ അതിന് നമുക്ക് ഇനിയിപ്പോൾ ടെൻഷൻ അടിച്ച് ഉറക്കൊന്നും ഉണ്ടാവില്ല. അത് പിന്നെ അത് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ ടാസ്ക്കാണ് എല്ലായിടത്തും പോയാലൊക്കെ. അപ്പം ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്തു. നമുക്കൊരു 3 മണിക്ക് എണീറ്റ് ഈ പറയുന്ന ആൾ എണീക്കണം കേട്ടോ ആദ്യം. അപ്പം എന്തായാലും ഇനി റൂമിൽ പോട്ടെ. റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ബട്ടിലേക്കും അക്ഷരത അവിടെ എവിടെയെങ്കിലും പോകണം. അക്ഷരത വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ വീഡിയോ അല്ല, ഇവിടെ കാണാൻ മാത്രമുള്ള വേറെപ്പെട്ട വേണ്ടില്ലേ. സബ്സ്ക്രൈബേഴ്സ് കൂടിയാൽ മതി എന്നാ പറഞ്ഞ. നമ്മൾ പറയില്ലല്ലോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറഞ്ഞ. സബ്സ്ക്രൈബ്. അപ്പോൾ അങ്ങനെ അത്
ഇതൊക്കെയാണ് കാര്യങ്ങൾ. സോ ഇനി പോട്ടെ. മെട്രോ ഇതിൽ മൂന്നാളും കൂടെ വെള്ളിയും വെള്ളി ഇട്ട് ഇറങ്ങിയേക്ക. ഞാൻ റോസ് പിങ്ക്. അപ്പോൾ ഫൈനലി ഇനിയിപ്പം റൂമിൽ പോകുന്നു, കിടന്നുറങ്ങണം. ഞാൻ രാവിലെ വലിയ മീൽസ് കഴിച്ചിരുന്നു. രാവിലെ മീൻസ് ഒരു 11 മണിക്ക് ആനീസ് കിച്ചണിൽ. പക്ഷേ എനിക്ക് അധികം കഴിക്കാൻ പറ്റിയില്ല. എനിക്ക് എന്താ അറിയില്ല, വിശപ്പില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പം ഇനി എന്തായാലും റൂമിൽ പോയിട്ട് അവിടെ മുറാദാബാദി, അതിൻ്റെ താഴെ ഒരു ഷോപ്പുണ്ട് മുറാദാബാദി കിട്ടുന്നത്, അവിടുന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ പോക്ക് നടന്നില്ല, ബാക്കിയൊന്നും പോയില്ല. ആസ് യൂഷ്വൽ അതൊക്കെ ക്യാൻസൽ ചെയ്തു. ഇവിടെ റൂം വന്നതോടെ കിടന്നുറങ്ങി. പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ പോയി. അപ്പം ഇനി എന്തായാലും ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ ഇവിടെ വന്ന് മുറാദാബാദി ഹാഫ് മേടിക്കുന്നുണ്ട്. പിന്നെ നാളെ ട്രെയിനിൽ കഴിക്കാനും കൂടെ ഹാഫ് മേടിക്കാൻ വിചാരിച്ചു. പൈനും പിന്നെ അതാ സ്വീറ്റ്സ് വാങ്ങാൻ സെപ്റ്റോയിൽ ഓർഡർ ചെയ്തായിരുന്നു. അപ്പം അതും കൂടെ മേടിക്കാൻ ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ എന്തായാലും ചെറിയ ചെറിയ സ്നാക്സൊക്കെ മേടിച്ച് നാളത്തേക്കുള്ള സെറ്റാക്കണം. നാളെ രാവിലെ മോർണിംഗ് ഒരു 4 മണി 4:30 ഒക്കെ ആകുമ്പോഴത്തേ ഇറങ്ങാനാണ് പ്ലാൻ. സോ ഇപ്പം വ്ളോഗും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ചിലപ്പം ഞാൻ അവിടെ എത്തുന്ന വരെയുള്ള. അപ്പോൾ ഏകദേശം നാളത്തേക്കുള്ള ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങി സെറ്റാക്കിയാണ്. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ ഡൽഹി വ്ളോഗ് കഴിഞ്ഞു. ഇനിയിപ്പം ഇൻഷാല്ലാ നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ഇടാം. അപ്പം ഒന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ.